ഹായ് നമസ്കാരം, ഞാൻ ഷീമ. എന്റെ ചാനൽ കാണുന്ന ആൾക്കാരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റും കൂടി ചെയ്തോളൂ. പിന്നെ ഞാൻ പോകുന്നത് തൃപ്പൂണിത്തുറ വടക്കേക്കോട്ടയിലാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനാണ് കേട്ടോ വിശുദ്ധ ഔസേപ്പ് പിതാവ് എന്ന് പറയുന്നത്. അതായത് ഭാര്യമാരോട് കൂടുതൽ ചേർന്ന് നിന്ന്, ഭാര്യയോട് കൂടുതൽ ചേർന്ന് നിന്ന് ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കൂടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക, നമ്മളെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ കൂടുതൽ അങ്ങനെ വിശുദ്ധനായിട്ട് കൂടുതൽ കൂട്ടെന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ തൃപ്പൂണിത്തുറയൊക്കെ ഒന്ന് കറങ്ങി. അവിടെ ഒരു വഴിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പോരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിട്ടോ. അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി, കപ്പ വാങ്ങി, അങ്ങനെ വീട്ടിലേക്ക് പോന്നു. പോകുന്ന വഴിക്ക് ചെടിക്കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറി നോക്കുമല്ലോ. അപ്പൊ മാലതി ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു ചെടിക്കട ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കയറി കുറെ പ്ലാന്റ്സ് ഒക്കെ നോക്കി. അപ്പൊ അതിനിടയിൽ ഞാൻ ജറബറ ഒരു പ്ലാന്റ് ഞാൻ നോക്കിയിട്ട് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ റോസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എടുക്കണമെന്നുണ്ട്. പിന്നെ ഇത് ചില സമയത്ത് നമുക്ക് പിടിക്കത്തില്ല, കേടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കെയർ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് സാധിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ പുറത്തു വന്ന അഡീനിയം പ്ലാന്റ് നോക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷെ അതൊരു ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ജറബറ 3 പ്ലാന്റ് ഞാൻ എടുത്തിട്ട് പോകുന്നു കേട്ടോ. 100 രൂപയുള്ളൊരു പ്ലാന്റിന് വില വരുന്നത്. ഒത്തിരി ചെടികളുണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ കുറച്ച് റോസൊക്കെ പല ടൈപ്പ്, എന്താ പറയാ, ഷെയ്ഡ്, പിങ്ക് ലൈറ്റ് പിങ്കിൽ ഷെയ്ഡ് വരുന്നതും വൈറ്റിൽ ഷെയ്ഡ് വരുന്നതും ഒക്കെ ആയിട്ടുണ്ടായി. പിന്നെ അഗ്ലോണിമ, കലാത്തിയ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ചെടികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കയറുമ്പോഴായിരിക്കും നമ്മൾ ഉദ്ദേശിക്കാത്ത ചെടികളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ റോസൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓറഞ്ചും ലൈറ്റ് യെല്ലോയും പിങ്കും. വീടൊക്കെ ആയിട്ട് വേണം എനിക്ക് ഇതേപോലെ റോസ് ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ദൈവം നടത്തിത്തരും എന്നുള്ള ഒരു വിശ്വാസം. ഒത്തിരി ഇഷ്ടമുണ്ടോ റോസൊക്കെ എനിക്ക് വീട്ടിലുണ്ടാവുന്നത്. ഇതേപോലെ ചെത്തി മഞ്ഞയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ തൃപ്പൂണിത്തുറയൊക്കെ ഒന്ന് കറങ്ങി. എന്തായാലും അത്തച്ചമയത്തിനൊന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ട് കറങ്ങി ഒന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. ഈ ഒരു 3 പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ വൈറ്റിലേ ഒരു കുടുക്ക് തന്നെയാണ് നമ്മുടെ. എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും വൈറ്റിലേ ചെല്ലുമ്പോഴത്തേക്കും നമ്മൊന്നും അവിടെ ഒന്ന് കുറച്ചേരം നിന്ന് വെയിലുള്ളാണ്ട് ആ വഴി പോരാതിരിക്കാൻ പറ്റില്ല. എത്ര എന്തൊക്കെ കാണിച്ചാലും അവിടെ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ